സ്വർണ്ണ വിപണിയിൽ കുറേ മാസങ്ങളായി കണ്ടത് വലിയ ചാഞ്ചാട്ടങ്ങളാണ്. ഇപ്പോഴത്തെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു പവൻ സ്വർണ്ണത്തിന് വില 80,000 രൂപയിൽ താഴേക്ക് വന്നേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് സ്വർണ്ണത്തിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. സ്വർണത്തോട് മലയാളികൾക്കെന്നും പ്രിയം തന്നെയാണ്. വജ്രം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളുണ്ടെങ്കിലും മലയാളികൾക്കെന്നും പ്രിയം സ്വർണത്തോട് തന്നെ. വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോഴും മഞ്ഞലോഹത്തെ കൈവിടാൻ ആരും ഒരുക്കമില്ല. വെറും ആഭരണം എന്നതിനപ്പുറം ഭാവിയിൽ മികച്ച ലാഭം തരാൻ കഴിയുന്ന നിക്ഷേപം കൂടിയാണ് ഇന്ന് സ്വർണം. എന്നാൽ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോഴത്തെ വില കുറച്ച് ആശങ്ക തന്നെയാണ്. ഇനിയും വില കുറയുമെന്നും ഉയരുമെന്നും പ്രവചനങ്ങൾ നിരവധിയാണ്. സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടത്തെ താൽക്കാലിക കുറവോ അല്ലെങ്കിൽ താൽക്കാലികമായ ഉയർച്ചയോ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതേസമയം വിലയിലെ കുതിപ്പ് കണ്ട് സ്വർണം വാങ്ങിക്കൂട്ടിയവരുടെ അവസ്ഥ, അതായത് 1,31,000 നിന്നും വെറും 20 ദിവസം കൊണ്ട് 1,13,000 കുറഞ്ഞതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇനിയും സ്വർണത്തിന് വില കുറയുമോ, വാങ്ങിവെച്ചവർ ഇപ്പോൾ തന്നെ വിറ്റഴിക്കുന്നതാണോ നല്ലത് തുടങ്ങിയ സംശയങ്ങളും ഇപ്പോൾ ഉദിച്ചിട്ടുണ്ട്. സ്വർണ്ണവില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് നല്ലത്. എന്തായാലും അസാധാരണമായ നേട്ടങ്ങളാണ് സ്വർണവും വെള്ളിയും നിക്ഷേപകർക്ക് നൽകിയത്. ഇന്ത്യൻ രൂപയുടെ കണക്കിൽ സ്വർണ്ണവില 100% ഉയർന്നപ്പോൾ വെള്ളി ഏകദേശം 200% കുതിച്ചുയർന്നതാണ് കണ്ടത്. എന്നിരുന്നാലും സ്വർണ്ണവില തന്നെയാണ് എപ്പോഴും ആളുകൾക്കിടയിൽ ആശങ്ക പരത്തുന്നത്. 2026 തന്നെ സ്വർണ്ണവില 2 ലക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തീർച്ചയായും ഉണ്ട്. അങ്ങനെയാണ് പൊതുവിലെ നിഗമനങ്ങൾ കേൾക്കുന്നത്. വില 1.5 ലക്ഷത്തിലേക്കും 2 ലക്ഷത്തിലേക്കും എത്താനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങളുണ്ട്. സാധാരണക്കാർക്ക് 1 പവൻ പോലും വാങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 1 പവൻ സ്വർണത്തിന് വില 80,000 രൂപയിൽ താഴേക്ക് വന്നേക്കാമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വിപണിയിൽ കണ്ട വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ വിലയിരുത്തൽ. പ്രത്യേകിച്ച് റഷ്യയുടെ വ്യാപാര നയങ്ങളിലെ മലക്കമറിച്ചിലാണ് വില കുറയാൻ പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതും വിലയിടിവിന് വലിയൊരു ഘടകമായി മാറും. ആഗോളതലത്തിൽ സ്വർണത്തിന്റെ പകുതിയോളം സ്വന്തമാക്കിയത് ഇന്ന് ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളാണ്. അമേരിക്കയുടെ വ്യാപാര നയങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിലായിരുന്നു ഈ മാറ്റമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത് കുറച്ചേക്കുമെന്നും സൂചനകളുണ്ട്. ഇതും വില കുറയാൻ കാരണമാകുന്ന ഒരു ഘടകമാണ്. ഇന്ത്യയിൽ സ്വർണ്ണവില പവന് 70,000 രൂപയ്ക്കും 80,000 രൂപയ്ക്കും ഇടയിൽ സ്ഥിരത കൈവരിക്കുമെന്നാണ് പ്രവചനങ്ങളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിലയിടിവ് പെട്ടെന്നുണ്ടാകില്ല എന്നും ഓർക്കണം. മറിച്ച് വളരെ സാവധാനത്തിലായിരിക്കും മാറ്റം. 2027 അവസാനത്തോടെ വിലയൊരു സ്ഥിരത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.